മനസ്സിലാവുന്നില്ലേ? അല്ല, വീഡിയോയില് മനസ്സിലാവുന്നില്ലെന്ന്. ഒരു രക്ഷയില്ലട്ടോ, നല്ല കോടാ. അതും ഞങ്ങൾ മൂന്നാർ പോലെ അല്ല ഗൈസ് ഉള്ളത്, നമ്മൾ മലപ്പുറത്ത് എത്തിയിരിക്കുന്നു. കോഴിക്കോട് മലപ്പുറം ഹൈവേ ആണ്. പക്ഷെ ഭയങ്കര അടിപൊളി. നമ്മൾ ശരിക്കും മൂന്നാർ എവിടെയൊക്കെയോ ഉള്ള പോലത്തെ ഒരു ഫീല്. നല്ല തണുപ്പുണ്ട്. വേഗം അത് AC-ന്റെ ആണെന്ന് തോന്നുന്നു ഗൈസ്. അല്ലാണ്ട് മരക്കഴുതേ ഒറ്റ ഗ്ലാസ് പോലും തുറന്നിരിക്കുന്നില്ല ഗൈസ്. എന്നിട്ട് എങ്ങനെയാ തുറക്കുമ്പോ ഒക്കെ ഇപ്പൊ പിള്ളേശം കളർ പറയും. നല്ല സുഖമുണ്ട്. ഇതാകെ ഒരു പോയിന്റിലാ കളക്കുന്നത്. പക്ഷെ ഭയങ്കര രസം കാണാൻ. ഫുള്ള് മൂന്നാറിലേക്ക് പോണ പോലെ ഉണ്ട്. നല്ല ഭംഗി കാണാൻ. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് നിന്ന് നേരെ പാലക്കാട് പോകുന്ന വഴിയാണ്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കണം. ഞങ്ങൾ പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞങ്ങൾ അവിടെ ബോധി കളരിൻ്റെ അവിടെ ഏകദേശം എത്താറായി. ചേട്ടാ പോകുമോ? എന്നാൽ ഞങ്ങൾക്ക് പോകാം. കളരിപ്പയറ്റ് കളരി. പണ്ട് വന്ന വഴികളിലൂടെ എഗെയിൻ അല്ലേ? നമ്മളെ ഫസ്റ്റ് വീഡിയോ തരുന്നില്ലേ? യൂട്യൂബിന്റെ ഫസ്റ്റ് വീഡിയോ. ഈ വണ്ടി എടുത്തിട്ട് ആദ്യമായിട്ടാണ്. പക്ഷെ എനിക്ക് ഈ വഴി, ഈ കാഴ്ചകൾ കാണാൻ ഭയങ്കര ഇഷ്ടം. ഫുൾ പാടമാണ്. പാടം റോഡുണ്ട്, ഉണ്ട് ചെറിയൊരു വരമ്പ് പോലെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കൃത്യസമയത്താണ് എത്തിയത്. അവിടെ പൂജ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബൈജു ആശാൻ പൂജകളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് ചെയ്തുകൊണ്ടിരിക്കണു. പിള്ളേരെല്ലാവരും എത്തിയിട്ടുണ്ട്. ഒരുപാട് കുഞ്ഞു കുഞ്ഞു പിള്ളേരും വലിയ ആൾക്കാരും എല്ലാവരും ഉണ്ട്. ഞങ്ങൾക്കിത് ഭയങ്കര ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു എന്താ പറയുക മൊമെൻ്റ് ആയിരുന്നു. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്നത്തെ ദിവസം ഇവിടെ എത്താൻ പറ്റുമെന്നുള്ളത്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് എത്താൻ പറ്റി. അവിടെ ഒരു ചെറിയൊരു അമ്പലം പോലെ ഒരു ഇതുണ്ട്, മണ്ഡപം. നിങ്ങൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ അതിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ബൈജു ചേട്ടൻ്റെ മോളുടെ ആദ്യാക്ഷരം കുറിക്കലായിരുന്നു. ഞങ്ങൾക്ക് അതിലും പങ്കെടുക്കാൻ പറ്റി. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വേറൊരു കൊച്ചും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൊച്ചിൻ്റെയും ഇവിടെ തന്നെയായിരുന്നു ആദ്യാക്ഷരം കുറിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിലൊക്കെ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റി. അങ്ങനെ ആ ചടങ്ങ് കഴിഞ്ഞു. ഏട്ടൻ ദക്ഷിണ കൊടുത്തു, അനുഗ്രഹം മേടിച്ചു. ഏട്ടൻ്റെ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു കളരി പഠിക്കണം എന്നുള്ളത്. അപ്പം കുറേ ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ സമയവും ആ ഒരു ഇതൊന്നും ഒത്തുവരാത്തതുകൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എന്തോ ഒരു നിമിത്തം പോലെ നമുക്ക് ഇന്ന് തന്നെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പോൾ ആളതിനെ പറ്റിയിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാണ്. പിന്നെ അതിൻ്റെ കൂടെ ഞാനും കൂടെ ദക്ഷിണ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ബോധി കളരിയിൽ നമുക്ക് കളരി പഠിക്കാം. അത് നമ്മുടെ ഒരു പ്രിഫറൻസാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
കച്ച അഴിക്കുമ്പോഴാണ് ആരോമലിന്റെ പ്രാണം പോകുന്നത്. അപ്പോൾ കച്ച നമ്മുടെ പ്രാണനെ ബലപ്പെടുത്താനാണ് കച്ച കെട്ടുന്നത്. കച്ച കെട്ടി കഴിഞ്ഞാൽ നമ്മുടെ പ്രാണൻ, അതായത് നമ്മുടെ കളരി സങ്കല്പത്തിൽ നമ്മുടെ പ്രാണൻ ഇരിക്കുന്നത് നാഭിക്കകത്താണെന്നാണ്. അപ്പോൾ നമ്മൾ നാഭിയെ ബന്ധിക്കുമ്പോൾ നല്ല ടൈറ്റ് ചെയ്യുമ്പോൾ പ്രാണനെ സ്ട്രെങ്തനിങ് ചെയ്യും, അല്ലെങ്കിൽ അത് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യാറുള്ളത് കച്ച കെട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നമ്മുടെ ഇടുപ്പ് വേദന കൂടുമ്പോൾ ഇടുപ്പൊക്കെ നല്ല സ്ട്രെങ്തനിങ് കിട്ടും. അപ്പം നമുക്ക് വ്യായാമമൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇടുപ്പിന് സ്ട്രെയിൻ ഒന്നും വരില്ല. ഇപ്പം നമ്മൾ പോയി ജിമ്മുകളിലൊക്കെ പോകുമ്പോൾ കണ്ടാൽ ബാറ്റൊക്കെ വെയിറ്റ് ഒക്കെ എടുക്കുമ്പോൾ അപ്പോൾ അതെന്ന് വെച്ചാൽ ഇവിടെ സ്ട്രെയിൻ വരായിരുന്നു. ഇതൊക്കെ നമ്മൾ വർഷങ്ങൾക്ക് മുൻപേ കളരി സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തു വരുന്നതാണ്. അപ്പോൾ കച്ച നന്നായിട്ട് മുറുക്കി കെട്ടി ചെയ്തു കഴിഞ്ഞാൽ വെച്ചാൽ നമുക്ക് ഇടുപ്പിനൊക്കെ നല്ല സ്ട്രെങ്തനിങ് വരും. അപ്പോൾ നമുക്ക് അങ്ങനെ കുറേ ഇഞ്ചുറീസ് ഒക്കെ വരാതിരിക്കാൻ എല്ലാത്തിനും ഇതാണ്. പിന്നെയും കുറേ കച്ചയ്ക്ക് സ്പിരിച്വലായിട്ടുള്ള കുറേ അർത്ഥങ്ങൾ കാര്യങ്ങൾ വേറെ ഉണ്ട്, ചക്രങ്ങളായിട്ട് ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കച്ചകെട്ട് കുട്ടികൾക്ക് കച്ചകെട്ടി കൊടുക്കും. പിന്നെ ഈ അടുത്ത ക്ലാസ് മുതൽ എല്ലാവരും വരുമ്പോൾ നിർബന്ധമായി കച്ച കെട്ടിയിട്ട് വേണം കളരി ചെയ്യാം. അപ്പോൾ ബഹളം ഉണ്ടാക്കാതെ നമുക്ക് വെളിയിൽ പോയിട്ട് വേണം കച്ച കെട്ടാൻ, വെളിയിൽ പോയി നമുക്ക് ചെയ്യാം. ഇന്നത്തെ ഇവിടെ കളരിയത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കച്ചകെട്ടലാണ്. ഇന്ന് എല്ലാ പിള്ളേർക്കും ഇന്നിവിടെ കച്ചകെട്ടുമാണ്. അപ്പം അത് കെട്ടുന്ന ഓരോരോ രീതികളാണ് ഇത് ഈ വീഡിയോയിലുള്ളത്. നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ. ആ കിട്ടും, നല്ല ടൈറ്റ് ആയിട്ട്. ഇപ്പം നല്ല ടൈറ്റ് ആയില്ലേ? ഇങ്ങനെയാണ് കച്ച കെട്ടി നിൽക്കേണ്ടത്. ആ ഒന്നും കൂടെ എങ്ങനെയുണ്ട് അല്ലേ? ഇതുപോലെ വിടർന്ന് കച്ച കെട്ടി നിൽക്കണം. കംഫർട്ട് അല്ലേ അത്? വേറെ ഇതില്ലല്ലോ. ഇങ്ങനെ വിടർന്ന് കറക്റ്റ് നാഭിയോട് ചേർന്ന് ബാക്ക് നല്ല ഇഷ്ടമുണ്ട്. അങ്ങനെ ഈ കച്ചകെട്ടലൊക്കെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ പിള്ളേരുടെ ഒരു പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളിത് എല്ലാവരും അത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുവാണ്. അപ്പോൾ ഗുരുക്കൾക്ക് അതൊക്കെ ഇഷ്ടമായി. അപ്പോൾ ഈ കുട്ടി ഇനി അടുത്തത് പഠിക്കാനുള്ള ലെവലെത്തിയെന്ന് തോന്നുമ്പോൾ പുതിയൊരു ആയുധം എടുത്തു. അപ്പോൾ അതിന് ചുവട് മാറ്റുന്നവർ ഇന്ന് എല്ലാ കുട്ടികളും പെർഫോമൻസ് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞ് അവർക്ക് ഒരു ആയുധം, ഇപ്പോൾ ഒരു വടി എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം പിന്നെ വടിപ്പയറ്റ്. അപ്പോൾ ഈ വടിപ്പയറ്റിന് എല്ലാവർക്കും വായ്ത്താലിയിലാണ് നമ്മൾ പയറ്റുക. ഇത് വെച്ച് വെച്ചാൽ അതൊരു ബേസിക് ലേണിംഗ് പ്രോസസ്സാണ്. ഇത് കഴിഞ്ഞാൽ ഈ ചുവട് മാറ്റുന്ന സമയമാകുമ്പോഴേക്കും ആ വടി കൊണ്ട് എങ്ങനെ അടിച്ചാലും, അതിന് കാര്യമൊന്നുമില്ല, എങ്ങനെ അടിച്ചാലും അവനത് തടുക്കണം, ഒഴിഞ്ഞു മാറണം. അതിന് പ്രാപ്തനാണോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ആയുധം എടുക്കും. ഇങ്ങനെയാണ് പണ്ട് കാലത്ത് കളരി പഠനം. അപ്പോൾ അങ്ങനെ ഒരു 12 വർഷത്തെ പഠനമാണ്. അത് മെൻ്റലി ഫിസിക്കലി ഒരു വ്യക്തിനെ ഡെവലപ്പ് ചെയ്യാൻ വളരെ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് കളരി പഠനം. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ഇതുപോലൊരു ചുവടുമാറ്റം പരിപാടിയും ചെയ്യും. അപ്പോൾ അതിനാണ് കുട്ടികളുടെ പാരൻസൊക്കെ വരാൻ പറഞ്ഞത്. കാരണം എല്ലാവരും വരുന്നു, ഞായറാഴ്ച വരുന്നു, കുറച്ച് എന്തൊക്കെയോ ചെയ്തിട്ട് പോകണം. അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ സ്കില്ലൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കൂടെ അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ 2017 എങ്ങാണ്ട് ഒരു പരിപാടി നടത്തി, നമ്മുടെ പണ്ട് ക്ലാസ് നടത്തി. അപ്പോൾ അതുവരെ കുട്ടികളുടെ പാരൻസ് ഒരു സീരിയസ്നെസ്സും ഇല്ല, അതിങ്ങനെ കുട്ടികളെ അയക്കുന്നത്. അപ്പൊ അന്ന് വന്നപ്പോൾ കുറെ പാരന്റ്സ് ഈ കുട്ടികളൊക്കെ നന്നായി ചെയ്യുന്നില്ല. അപ്പൊ അവർക്ക് അന്ന് അവരുടെ മക്കള് അവരുടെ ഒരു ടാലന്റ് അന്ന് പല പാരന്റ്സിനും മനസ്സിലായി. അതിനുശേഷം അവർക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ഓരോ കാര്യങ്ങളും. അപ്പൊ അതിനാണ് നമ്മൾ ഇന്ന് കുട്ടികളുടെ പാരന്റ്സും എല്ലാവരും വരും ഈ പരിപാടിയൊക്കെ കാണുന്നത്. നമ്മൾ ആദ്യം ചെയ്യണം കളരിയിലെ പൂത്തറ വന്നത്.
ഇതാണ് നമ്മുടെ പൂത്തറ, അതിൻ്റെ ഒരു പ്രയം. ഈ പൂത്തറ വന്ദനത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് നമ്മുടെ ചക്രങ്ങളെ ബേസ് ചെയ്തിട്ടുള്ളൊരു മൂവ്മെന്റ് കൂടിയാണ്. ചെയ്യാം. ബോധിക്കളരിയിൽ പഠിക്കുന്ന ഒരു ഓൺലൈൻ സ്റ്റുഡൻ്റ് ആണ്. ഒരു ചെറിയൊരു കൊച്ചാണ്, പക്ഷേ നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ആ കൊച്ചിൻ്റെ ഓരോ പെർഫോമൻസും. അപ്പോൾ അവൻ ഇന്നത്തെ ദിവസം ഇവിടെ ഇങ്ങനെയൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ വീഡിയോ കോൾ ചെയ്തിട്ട് അവൻ്റെ എല്ലാ പെർഫോമൻസും കാണിച്ചു തരുവാണ്. അതിന്റെ ക്യാമ്പിനൊക്കെ പോയി നമുക്ക് കോച്ചിങ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളതാണ് ഇവിടെയുള്ള സ്റ്റുഡൻറ്റ്. അപ്പം അന്ന് പോയപ്പോൾ ചെന്നൈയിൽ ഒരു മാസ്റ്ററായിട്ട് ഇതിന്റെ ക്ലാസ് കിട്ടും. അപ്പോൾ ആള് പറഞ്ഞത് ഈ കുത്തുവരശി ചോളന്മാരുടെ കാലത്ത് തഞ്ചാവൂർ ഭാഗത്ത് പരിശീലിച്ചിരുന്ന ആയോധന രീതിയാണ്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മൗത്തായി പറഞ്ഞ തായ്ലൻഡ് മാർഷൽ ആർട്ടും കുത്തുവരശിയും ഭയങ്കര റിലേഷനുണ്ട്. കാരണം ഞങ്ങൾ കുത്തുവരശിന്റെ ബേസ് മൂവ്മെന്റ് ഒക്കെ നമ്മൾ കൈ ഇതൊക്കെയാണ്. അപ്പൊ അതിന്റെ മൗത്തായി അവരുടെ പ്രാക്ടീസ് എല്ലാം ഇതാണ്. ഇപ്പൊ ഒരു കാലത്ത് ഈ ചോളന്മാര് തായ്ലൻഡ്, ഇന്തോനേഷ്യ, ശ്രീലങ്ക ഇവിടെ എല്ലാം ഇവര് പിടിച്ചെടുക്കിയ ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാത്തിനും ഒരു കണക്ഷൻ കിട്ടും. പിന്നെ നമ്മളുടെ ഈ സൗത്ത് ഇന്ത്യൻ ആർട്ട് ഇപ്പൊ എല്ലാവരും പറയും കളരിയും സിലമ്പത്തിന് ഇതിനൊക്കെ വേറെ വേറെ കാണും. ആക്ച്വലി ഇതെല്ലാം അഗസ്ത്യരെ ബേസ് ചെയ്താ പറയുന്നത്. തെക്കൻ കളരിയും സിലമ്പും കുത്തുവരിശയും എല്ലാം ഇതെല്ലാത്തിനകത്തും ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ബേസ് എല്ലാത്തിൻ്റെ ഒന്നാണ്. ഇതിന്നാണ് പല മാർഷൽ ആർട്ടും വന്നത്. നമുക്ക് കുത്തുവരിശയിൽ ഇതിപ്പോൾ അതിൻ്റെ ഒരു മൂവ്മെന്റ് ആണ്. ഇതിലത്തെ പല മൂവ്മെന്റ്സും നമുക്ക് വേറെയുള്ള മൗത്തായി പോലെയുള്ള മാർഷൽ ആർട്ടിന്റെ ഒത്തിരി സിമിലാരിറ്റീസ് ഉണ്ട്.
ശരിക്കും പറഞ്ഞാൽ കളരിയിൽ വന്ന് നേരിട്ട് ഈ പെർഫോമൻസ് ഒക്കെ കണ്ടപ്പോഴാണ് കേട്ടോ ഞങ്ങൾക്ക് തന്നെ ഇതിനെ പറ്റിയിട്ട് ഒരു നല്ലൊരു എന്താ പറയുക എഡ്യൂക്കേഷൻ കിട്ടിയത്. നമുക്ക് ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കലയാണ് ഇതൊരു അവിടെ ചെയ്യുന്നൊരു ചേച്ചിയാണ്. നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.